ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലൊരു ലഞ്ച് വീഡിയോ ആട്ടോ. അതിന് വേണ്ടി ഒരു താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് നമ്മളെ അടുക്കള തോട്ടൊന്നും തൊടിയുന്നോ കയറ്റി കുറച്ച് ഇലകളൊക്കെ പൊട്ടിച്ചെടുത്തിട്ടാ. ഇനി അതൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ. ഇലകൾ എന്തൊക്കെയാണെന്നറിയോ? ചീര, വേലിച്ചീര, ചേമ്പ്, ചേൻ്റെ ഇല, ചേനൻ്റെ ഇല, പിന്നെ മത്തൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല, ചിരങ്ങ ഇല, കഞ്ഞിത്തൂവ, പയറ് ഇല, ചീര ഇല, അങ്ങനെ 10 ഇലകളാണ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ഉള്ളി ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും വെളിച്ചെണ്ണ ഒഴിച്ച് മൂത്തതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞും 2 വെളുത്തുള്ളി അരിഞ്ഞും കുറച്ച് പച്ചമുളക് അരിഞ്ഞും കൂടി ഒന്ന് മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല മൂത്ത് വരട്ടെ. ആ മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ചുവന്ന മുളക് ക്രഷ് ചെയ്തതുകൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ചുവന്ന മുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇലകളൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഇലേൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മൂത്ത് വന്ന് ഇനി ഇലകളൊക്കെ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. പിന്നെ അതിലേക്ക് ഇലയൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളം ആണെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. ഞാൻ പച്ചവെള്ളം തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലുള്ള ഇലകൾക്കൊന്നും വലിയ വേവുള്ള ഇലകളൊന്നുമില്ല. അതിലിടക്ക് വേലിച്ചീരൻ്റെ ഇലക്ക് കുറച്ച് വേവുണ്ട്. പക്ഷേ ഞാൻ വേലിച്ചീരൻ്റെ തളിയുടെ ഇലയാണ് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇളക്കി യോജിപ്പിച്ച് ഇനി ഇത് വേഗത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ചാൽ വേഗം ആവും കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പം ഇനി ഉപ്പും എരിവെന്നൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് എരിവുണ്ട്, ഉപ്പില്ലെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലൊക്കെ വാടിയ കുറച്ചുണ്ടാവുള്ളൂ. തോരനാക്കി വെക്കാൻ കേട്ടോ നല്ലത്. ഞാൻ താളിപ്പാണ് ഉണ്ടാക്കിയത്. തോരനാക്കിയിട്ടും വെക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല. നമുക്കൊരു ചോർക്ക് ഒരു കൂട്ടാനുമായി എല്ലാ ഇലകളും അത് ചെല്ലും ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ് കേട്ടോ. എന്നാൽ ശരി, എല്ലാവരോടും ബൈ, അസ്സലാമു അലൈക്കും.